ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഞങ്ങളിന്ന് വന്നിട്ടുള്ള ഒരു തട്ടുപൊളിപ്പൻ ആവോലി പൊള്ളിച്ചതായിട്ടാണ്. ഞങ്ങൾ ഗ്രില്ല് ചെയ്തതിന് ശേഷമാണ് ഇത് പൊള്ളിച്ചെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് പൊള്ളിച്ചെടുക്കുക. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ള വേറൊരു വീഡിയോ ഉണ്ട്, അത് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതാണ് മറ്റേ രീതിയിൽ ചെയ്യുന്നതിനേക്കാളൊരു സ്പെഷ്യലായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൽ ഞങ്ങളൊരു സീക്രട്ട് റെസിപ്പി ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോയിൽ കാണാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല കറുത്ത ആവോലിയാണ് ഞാനിവിടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ക്ലീനാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഗ്രില്ല് ചെയ്തതിന് ശേഷമാണ് പൊള്ളിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിൽ ചെയ്തിട്ടും ചെയ്യാം. ഞാൻ ഫോയിൽ പേപ്പറും വാഴയിലയും ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ സെറ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൽ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ചെയ്യാനായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെയാണ് ഞാനൊന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. വാടിയ പോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി വെച്ചുള്ളത്. ഇതാ ഞാൻ ചാർക്കോളും 2-3 ചിരട്ടയൊക്കെ ഇട്ടിട്ട് അടുപ്പ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഗ്രില്ലിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ആദ്യം തൂവി കൊടുക്കണം, എന്നാൽ അതിൽ അടിയിൽ പിടിക്കാതെ കിട്ടും. ഇതാ കിടപ്പ് കണ്ടില്ലേ. ഇതിൽ ഞാൻ മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് 2 ഭാഗം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിൽ തടവി കൊടുക്കണം. ഒരു ഭാഗം മറിച്ചിട്ടിട്ടുണ്ട്. വല്ലാതെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇനി നമുക്കതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചപ്പ്, കരിവേപ്പ്, വലിയ ഉള്ളി, വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യേണ്ടത്, ഓയിലിൽ ചെയ്യരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. സവോള ആദ്യം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ക്യാമറ കട്ടായി പോയി എടുക്കാൻ മറന്നുപോയി. ഇതിലേക്ക് ഒരിത്തിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരിത്തിരി വിനിഗർ വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുക. ഫുഡ് കളറെല്ലാം ഓപ്ഷണലാണ്, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തേങ്ങാപ്പാലൊന്ന് വറ്റി വരണം ഈ ഗ്രേവിയിൽ കിടന്നിട്ട്. തേങ്ങാപ്പാലും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കളറായിട്ടുള്ളത്. ഉപ്പ് നമ്മൾ ആവോലിയിൽ പുരട്ടിയതിൻ്റെ ബാക്കി മതി. ഇനി ചപ്പും കരിവേപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഫ്രൈ പാനിലിട്ടിട്ട് പൊരിച്ചെടുത്തിട്ടും ഫിഷ് അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വച്ച് വന്നിട്ട് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച് വാഴയിൽ ഇതാ കണ്ടോ വാടിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരിത്തിരി കൂടി വെളിച്ചെണ്ണ അതിലേക്ക് തൂവി കൊടുക്കുക. ആ വെളിച്ചെണ്ണ എല്ലാം ഇതിൽ കിടന്നിട്ട് വെളിച്ചെണ്ണ ഇല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി ഒന്ന് ആദ്യം വിതറി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഫിഷ് വെച്ച് കൊടുത്താൽ മതി. ഒരു ടേസ്റ്റിന് പച്ച തക്കാളി എടുത്തിട്ട് അതും ക്യാപ്സിക്കവും കൂടെ, ചെറിയ ഉള്ളി, ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി ഇത് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഗ്രേവിയിലേക്ക് ഇടേണ്ട, പച്ച ആയിട്ടാണ് ഇടേണ്ടത്. മീൻ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഇതിനുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ വേറൊരു മീൻ പൊള്ളിച്ചിരുന്നു. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. പിന്നെ അപ്പോൾ ഇനി ഇത് ഫോയിൽ പേപ്പറിലിട്ടിട്ട് നമ്മൾ കനലിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഗ്രില്ല് വെച്ചിട്ടില്ല.
ഇത് കണ്ടോ, നല്ല മൊരിഞ്ഞ് നെരിഞ്ഞ തക്കാളിയും ക്യാപ്സിക്കം എല്ലാം വെന്ത് മീനിലേക്ക് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. വാഴയിലയുടെ സ്മെല്ലും എല്ലാം കൂടെ ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നൊരു പൊളി പൊളിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. മസ്റ്റായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്കും കമൻറ്റും ഷെയറും മറക്കണ്ട. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.